ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് യൂട്യൂബിൽ നമ്മൾ തമ്പനെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏത് ആപ്പാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ലോഗോപിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പാണ്. അതുപോലെ തന്നെ ഞാൻ ഇൻഷോട്ടും യൂസ് ചെയ്യാറുണ്ട്. ഇൻഷോട്ട് അങ്ങനെ റെഗുലറായിട്ട് യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴും ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഷോട്ടും യൂസ് ചെയ്യാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ലോഗോപിറ്റ് ആണ്. ലോഗോപിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ എനിക്കറിയില്ല അത് പെയ്ഡ് ആണോ അല്ലയോ എന്ന്. ഞാനത് പണ്ട് തൊട്ട് എടുത്തിട്ടേക്കുന്നതുകൊണ്ട് ഞാനത് എനിക്കറിയില്ല. ഞാൻ ഇപ്പോൾ പറഞ്ഞു കൊടുത്ത ഒരാൾക്ക് റീസെൻ്റായിട്ട് അവർക്കത് പേയ്മെൻറ്റ് ചോദിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അല്ലാണ്ട് തന്നെ നമുക്കത് കിട്ടും. എനിക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോഴും ഞാനത് പേയ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ നല്ലൊരു ആപ്പാണ്, നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് നമ്മൾ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനകത്ത് കസ്റ്റമിൽ പോയിട്ട് യൂട്യൂബ് തമ്പനെയിൽ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ അതിൻ്റെ കറക്റ്റ് റേഷ്യോയിൽ നമുക്ക് ആ ഒരു ക്യാൻവാസ് കിട്ടും. എന്നിട്ട് നമ്മൾ അതിലേക്ക് എന്തൊക്കെയാണോ കാര്യങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഡ്രാഫ്റ്റിൽ സേവ് ചെയ്യാം. അത് ഇൻ കേസ് നമുക്ക് ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ ഒന്ന് കറക്ഷൻസ് വരുത്തി ഒരിക്കൽ കൂടി എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡ്രാഫ്റ്റിൽ സേവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നേരെ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് വൈറ്റ് സ്റ്റുഡിയോയിൽ വന്നിട്ട് നമ്മൾ എഡിറ്റ് ഓപ്ഷനിൽ പോവുക. എന്നിട്ട് തമ്പനെയിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനിൽ എടുത്തിട്ട് ഈ ഒരു ഇമേജ് നമ്മൾ അതിൽ സേവ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കാര്യം ചെയ്താൽ മതി കേട്ടോ. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് വൈറ്റ് സ്റ്റുഡിയോനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഈ തമ്പനെയിൽ എങ്ങനെ ഇടണം എന്നുള്ളതിനെക്കുറിച്ച് ഡൗട്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇനിഷ്യലാണ് നിങ്ങൾ ഭയങ്കരമായിട്ട് ഞാൻ തന്നെ തുടക്കക്കാരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു ചെറിയ അറിവിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ട്, നിങ്ങൾക്ക് അറിയില്ലാത്ത എന്തെങ്കിലും കാര്യമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഷെയർ ചെയ്യുവാണെങ്കിൽ എനിക്ക് അറിയാമെങ്കിൽ ഞാനത് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവർക്കും യൂട്യൂബിൽ അടിപൊളിയായിട്ട് പോകാൻ പറ്റട്ടെ.